ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് തുളസിദാസ് പരമേശ്വരൻ. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ആവേശകരമായി പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് തിരുവനന്തപുരത്തും തൃശൂരിലും എൻഡിഎ പ്രചാരണ യോഗങ്ങളെ അഭിസംബോധന ചെയ്തു. മൂന്നാം തവണയും അധികാരത്തിലെത്തിയാൽ കേരളത്തിൽ വലിയ വികസന പദ്ധതികൾ കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൌണ്ടിൽ നടന്ന പൊതുയോഗത്തിൽ പറഞ്ഞു. ബിജെപിയുടെ പ്രകടന പത്രിക എന്നാൽ മോദിയുടെ ഗ്യാരണ്ടിയാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ദക്ഷിണേന്ത്യയിൽ ബുള്ളറ്റ് ട്രെയിൻ കൊണ്ടുവരുമെന്നും ഇതിനുള്ള സർവേ നടപടികൾ പുതിയ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ ആരംഭിക്കുമെന്നും അറിയിച്ചു. തൃശൂർ കുന്നംകുളത്ത് എൻഡിഎ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയെ അഭിസംബോധന ചെയ്ത ശേഷമാണ് അദ്ദേഹം കാട്ടാക്കടയിൽ എത്തിയത്. അഴിമതിക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം കരുവന്നൂർ വിഷയം ഉൾപ്പെടെ ഉയർത്തി സിപിഐഎമ്മിനെ വിമർശിച്ചു. കോഴിക്കോട് കടപ്പുറത്ത് നടന്ന യുഡിഎഫ് റാലിയിലും പൊതുസമ്മേളനത്തിലും മുതിർന്ന കോൺഗ്രസ് നേതാവും വയനാട് സ്ഥാനാർത്ഥിയുമായ രാഹുൽ ഗാന്ധി പങ്കെടുത്തു. കഴിഞ്ഞ 5 വർഷത്തിനിടെ കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചതായി അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയ്ക്കകത്തും പുറത്തും മികച്ച പ്രകടനം കാഴ്ചവയ്ക്കാൻ കേരളീയർക്ക് സാധിക്കുന്നതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. രമേശ് ചെന്നിത്തല, പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള മുതിർന്ന കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതാക്കൾ റാലിയിൽ പങ്കെടുത്തു. വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ രാഹുൽ ഗാന്ധി ഇന്ന് ബത്തേരി, മാനന്തവാടി, വെള്ളമുണ്ട, പടിഞ്ഞാറത്തറ എന്നിവിടങ്ങളിൽ റോഡ് ഷോയിൽ പങ്കെടുത്തിരുന്നു. മുഖ്യമന്ത്രിയും മുതിർന്ന സിപിഐഎം നേതാവുമായ പിണറായി വിജയൻ ഇന്ന് തൃശൂരിൽ എൽഡിഎഫ് തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുത്തു. ഇരിങ്ങാലക്കുടയിലും തൃശൂരിലും ഗുരുവായൂരിലും നടക്കുന്ന പൊതുയോഗങ്ങളിലാണ് മുഖ്യമന്ത്രി പങ്കെടുത്തത്. ബിജെപിക്കും എൻഡിഎ സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചത്. ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ പ്രകാശ് കാരാട്ട്, വൃന്ദ കാരാട്ട്, സുഭാഷിണി അലി തുടങ്ങിയ സിപിഐഎം ദേശീയ നേതാക്കളും ഇന്ന് പങ്കെടുത്തു. സിപിഐ ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജ ഇന്ന് തിരുവനന്തപുരം മണ്ഡലത്തിൽ എൽഡിഎഫ് പ്രചാരണ യോഗത്തിൽ പങ്കെടുത്തു. മുതിർന്ന പൌരന്മാർക്കും ഭിന്നശേഷിക്കാർക്കുമുള്ള പോസ്റ്റൽ ബാലറ്റ് വോട്ടിംഗ് കുറ്റമറ്റ രീതിയിൽ നടത്താൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട് ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കണ്ണൂരിൽ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പോസ്റ്റൽ ബാലറ്റിന് അപേക്ഷിച്ച അർഹതപ്പെട്ട എല്ലാവരെയും വിവരം അറിയിക്കണം. വോട്ട് ചെയ്യിക്കാൻ ടീം വീട്ടിലെത്തുന്ന സമയം മുൻകൂട്ടി അവരെ അറിയിക്കണം. പോസ്റ്റൽ ബാലറ്റ് വോട്ടിംഗ് സംബന്ധിച്ച കണക്കുകളും കൃത്യമാണെന്ന് ഉറപ്പാക്കണമെന്ന് ശ്രീ സഞ്ജയ് കൌൾ നിർദ്ദേശിച്ചു. വോട്ട് ചെയ്യാനെത്തുന്ന വോട്ടർക്ക് പോളിംഗ് ബൂത്തിൽ ആവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കുകയും ഇക്കാര്യം പരമാവധി ജനങ്ങളിൽ എത്തിക്കുകയും വേണം. പോളിംഗ് ദിവസം കടുത്ത ചൂടായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനാൽ എല്ലാ ബൂത്തുകളിലും വെയിൽ കൊള്ളാതെ വരി നിൽക്കാൻ കഴിയുന്ന സൌകര്യം ഒരുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂർ പൂരത്തിന് എഴുന്നള്ളിക്കുന്ന ആനകളുടെ മുന്നിൽ 6 മീറ്റർ ദൂരം ഒഴിച്ചിടണമെന്നും ഈ പരിധിയിൽ താളമേളങ്ങളും തീവെട്ടിയുമടക്കം പാടില്ലെന്നും കേരള ഹൈക്കോടതി. കുടമാറ്റത്തെ ബാധിക്കാത്ത രീതിയിലായിരിക്കും നിയന്ത്രണങ്ങളെന്നും കോടതി വ്യക്തമാക്കി. തൃശൂർ പൂരത്തിന് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ എഴുന്നള്ളിപ്പിക്കുന്നതിന്റെ ഉത്തരവാദിത്തം ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഏറ്റെടുക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. തിരുവനന്തപുരം നഗരത്തിൽ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിപ്പിക്കുന്ന 2 റോഡുകൾ കൂടി ഗതാഗതത്തിന് തുറന്നു നൽകി. അട്ടക്കുളങ്ങര കിള്ളിപ്പാലം റോഡ്, തൈക്കാട് ഹൌസ്, കീഴേ തമ്പാനൂർ റോഡിന്റെ ആദ്യ റീച്ച് എന്നിവയാണ് 1ാം ഘട്ടം നവീകരണം പൂർത്തിയാക്കിയത്. 1ാം ഘട്ടം ടാറിംഗ് പൂർത്തിയാക്കിയാണ് റോഡുകൾ തുറന്നു നൽകിയത്. ഡക്റ്റിലൂടെ കേബിളുകൾ കടത്തിവിട്ട് റോഡ് ഫോർമേഷനും നടത്തി. മധ്യവേനൽ അവധിക്കാലത്ത് ക്ലാസുകൾ നടത്തുന്നത് വിലക്കിക്കൊണ്ടുള്ള നിലവിലെ ഉത്തരവ് വിദ്യാലയങ്ങൾ പാലിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ നിർദ്ദേശിച്ച് ബാലാവകാശ കമ്മീഷൻ ഉത്തരവായി. പ്രൈമറി, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്നിവയ്ക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിലവിലെ ഉത്തരവ് ബാധകമാണ്. മധ്യവേനൽ അവധിക്കാലത്ത് സംസ്ഥാനത്തെ സിബിഎസ്ഇ, ഐസിഎസ്ഇ സ്കൂളുകളിലെ ക്ലാസിന്റെ സമയം രാവിലെ 7:30 മുതൽ 10:30 വരെയായി ക്രമപ്പെടുത്തണമെന്ന് ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് നിയമലംഘനം നടത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ സിബിഎസ്ഇ തിരുവനന്തപുരം റീജിയണൽ ഓഫീസർക്കും ഐസിഎസ്ഇ ചെയർമാനും കമ്മീഷൻ നിർദ്ദേശം നൽകി. വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകളുടെ അറ്റസ്റ്റേഷൻ നടപടികൾ ഹോളോഗ്രാം QR കോഡ് എന്നീ സുരക്ഷാ മാർഗ്ഗങ്ങൾ കൂടി ഉൾപ്പെടുത്തി നവീകരിക്കാൻ നോർക്ക റൂട്ട്സ് തീരുമാനിച്ചു. പുതിയ സുരക്ഷാ ക്രമീകരണങ്ങളോടെയുള്ള അറ്റസ്റ്റേഷൻ നടപടികൾ ഏപ്രിൽ 29 മുതൽ നിലവിൽ വരും. ഇതോടെ സർട്ടിഫിക്കറ്റുകളിന്മേലുള്ള നോർക്ക റൂട്ട്സ് അറ്റസ്റ്റേഷന്റെ സാധുത QR കോഡ് റീഡറിന്റെ സഹായത്തോടെ പരിശോധിക്കാൻ കഴിയും. ലോവർ പ്രൈമറി, അപ്പർ പ്രൈമറി, ഹൈസ്കൂൾ സ്പെഷ്യൽ വിഭാഗം അധ്യാപക യോഗ്യതാ പരീക്ഷ കേട്ടിറ്റിനായുള്ള വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. ഈ മാസം 17 മുതൽ 26 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. കേരളത്തിൽ ഇടവിട്ടുള്ള മഴ കാരണം ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള കൊതുകുജന്യ രോഗങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി വീണ ജോർജ്. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മലേറിയ, ഫൈലേറിയസിസ്, സിക തുടങ്ങിയ ഗുരുതര രോഗങ്ങൾ കൊതുക് വഴി പടരാൻ സാധ്യതയുണ്ട്. രാജ്യത്ത് ഇത്തവണ കാലവർഷം സാധാരണയിലും ഉയർന്ന തോതിൽ ലഭിക്കുമെന്നും ഇത് കർഷകർക്ക് ആശ്വാസം പകരുമെന്നും ഭൌമശാസ്ത്ര മന്ത്രാലയം സെക്രട്ടറി ഡോക്ടർ എം രവിചന്ദ്രൻ. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മഴ ദീർഘകാല ശരാശരിയുടെ 106% ആയിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു.